ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട്. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നു കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവജനം വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്മരിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങൾ ആരാധന ദൈവമുമ്പാകെ അർപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ദിനമാണ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ. ഈ ദിനത്തിൽ തിരുവെഴുത്തിൽ നിന്ന് 2 വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 2-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. ദൈവനാമത്തിന് മഹത്വം. ലോകത്തിൽ യഥാർത്ഥത്തിൽ മറക്കുവാൻ കഴിയാത്ത പരമപ്രധാനമായ ചരിത്ര സംഭവമാണ് കർത്താവായ യേശുനാഥൻ്റെ കഷ്ടാനുഭവ മരണ അടക്ക പുനരുത്ഥാനം. ഒരു ദൈവ പൈതലിന് ഹൃദയത്തിൻ്റെ ആവേശമാണത്. ക്രിസ്തുനാഥൻ്റെ ക്രൂശുമരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ വിവിധ വശങ്ങൾ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന 2 വേദഭാഗങ്ങളാണ് നാം വായിച്ചത്. അതിൽ 1-ാമത്തെ ഭാഗത്ത് തന്നെത്താൻ കർത്താവായ യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ ഭാഗത്തും മറ്റൊരു കാരണവും സൂചിപ്പിക്കുന്നുണ്ട്. ഈ 2 കാരണങ്ങളും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനും തൻ്റെ ഇഷ്ടപ്രകാരം നമ്മെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ സ്തുതിക്കുന്നതിനും കാരണമായി തീരുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഇവിടെ നാം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം. അപ്പോൾ ഈ ഏൽപ്പിച്ചു കൊടുക്കൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ്. എന്നാൽ അതെന്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത്? നമ്മെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കുവാനാണ്. പക്ഷേ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പ്രധാന കാരണം ഇവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. പ്രിയമുള്ളവരെ, ആദാമ്യകുലത്തിൽ ജനിച്ചു ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാപസ്വഭാവത്തോടുകൂടെ ജനിച്ച നാം ജീവിതത്തിൻ്റെ നാൾവഴികളിൽ പാപത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുകയും ഒരു നാളിൽ സുവിശേഷ സന്ദേശം നമ്മുടെ കാതുകളിൽ പതിച്ചപ്പോൾ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടാകുകയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി
ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്നേഹനിധിയായ സ്നേഹസ്വരൂപനായ കർത്താവിനെ കണ്ടെത്തുവാൻ കൃപ ലഭിക്കുകയും ചെയ്ത നാം അത് ഓർക്കുകയും പാപമോചനം നേടി വിശ്വാസത്താൽ നേടി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നമ്മെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന വാക്കാണിത്: നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. എത്ര അത്ഭുതകരമാണ് ആ പ്രയോഗം! നീതിമാൻ നീതികെട്ടവരായ നമുക്ക് വേണ്ടി, ദുഷ്ടരും പാപികളും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരുമായ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. ആ പാപങ്ങൾ നിമിത്തമാണ് കർത്താവായ യേശുനാഥൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. വിശാലമായ അർത്ഥത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് തിരുവെഴുത്തിലൂടെ കാണാമെങ്കിലും രണ്ട് പ്രത്യേക സന്ദർഭങ്ങളെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഗത്സമനയിൽ വെച്ച് പിതാവിൻ്റെ മുമ്പാകെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. ഗത്സമനയിൽ വെച്ച് പിടിക്കുവാൻ വരുന്ന പടയാളികളുടെ മുമ്പാകെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാണാം. പല സന്ദർഭങ്ങളിൽ മരണവിധേയനായി തീരുവാൻ, ശിക്ഷിക്കപ്പെടുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിൻ്റെ ചരിത്രം സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളാണ്. ആ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, ആഴമേറിയ പാപങ്ങളുടെ, ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചുമന്നൊഴിക്കുവാൻ കഴിയാത്തത്ര പാപങ്ങൾ, എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര പാപങ്ങൾ, അങ്ങനെ ഹൃദയം മുഴുവൻ പാപം നിറഞ്ഞവരായ നമ്മുടെ, പ്രവൃത്തികളിൽ പാപം നിറഞ്ഞവരായ നമ്മുടെ പാപങ്ങളെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുനാഥൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു നമ്മെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. രണ്ടാമത്തെ പ്രയോഗത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എന്തിനാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. 1-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തിപരമായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അതിൽ വ്യക്തിപരമായ പാപങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും എല്ലാവരെയുമാണ് ദൈവം സ്നേഹിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹത്തെക്കുറിച്ച് വിശദമായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വ്യക്തിപരമായി പറയുക, കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തത് എന്നെ സ്നേഹിച്ചിട്ടാണ്. എന്നോടുള്ള സ്നേഹം നിമിത്തമാണ്, എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്, എന്നോടുള്ള സ്നേഹം എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരുവാനാണ്, എനിക്ക് വേണ്ടിയുള്ള മരണമാണ്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ രാവിലെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ നിമിത്തമാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെങ്കിലും ഇവിടെ വ്യക്തിപരമായി കർത്താവിൻ്റെ മുമ്പാകെ നന്ദി പറയുന്ന സൂചനയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കും ഈ രാവിലെ കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാം. പക്ഷേ രണ്ടാമത്തേത് അല്പം കൂടെ ഹൃദ്യമായി തോന്നുന്നു, അല്പം കൂടെ ആഴം തോന്നുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. ആ കർത്താവിൻ്റെ മുമ്പാകെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്ന ആരാധനയുടെ നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിനെ നമുക്ക് ഓർക്കാം. ഇതുപോലെ ഒരു സ്നേഹം വേറെ എങ്ങുമില്ല. ദൈവനാമത്തിന് മഹത്വം.